ഗുഡ് മോർണിംഗ്. ഞാൻ ക്രിസ്റ്റിന ചെറിയാൽ. ഇന്ന് സെപ്റ്റംബർ 1 ഞായർ, ചിങ്ങം 16. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ ചേർത്ത് പിടിച്ച് 24. എന്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടിയും 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനവും ഇന്ന് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സ്നേഹസംഗമം വൈകിട്ട് 4 വരെ നീണ്ടുനിൽക്കും. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടെ സിപിഐഎം പാർട്ടി സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, ഭരണവിരുദ്ധ വികാരം, ഇ.പി. ജയരാജനെതിരായ നടപടി തുടങ്ങിയ വിഷയങ്ങളിൽ വിമർശനത്തിന് സാധ്യത. സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ കൊല്ലത്ത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു പിന്നാലെയുള്ള ഇ.പി. ജയരാജന്റെ പ്രതികരണത്തിൽ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബലിയാടാക്കുന്നുവെന്ന അതൃപ്തി പ്രകടിപ്പിച്ചു. ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിലെ പുറത്തുവന്ന ചിത്രത്തിൽ പോലീസ് വിശദീകരണത്തിൽ ആശങ്ക അറിയിച്ച IMA. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായുള്ളവർ മാത്രമാണ് മുറിയിലുണ്ടായിരുന്നതെന്ന പോലീസ് വിശദീകരണം. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളുമായി കൂടിക്കാഴ്ച നടത്തി ഗവർണർ CV ആനന്ദബോസ്. തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളെന്ന് നടൻ ജയസൂര്യ. വ്യാജ ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കിയെന്നും ജയസൂര്യയുടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ്. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും ജയസൂര്യ വ്യക്തമാക്കി. സിനിമാ നയരൂപീകരണ സമിതി പുനഃസംഘടന പ്രഖ്യാപനത്തിലൊതുങ്ങി. വൈകിയുള്ള മോഹൻലാലിന്റെ പ്രതികരണത്തിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം. ശബ്ദരേഖാ വിവാദത്തിൽ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ നടപടിക്ക് സാധ്യത. ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയേക്കും. സസ്പെൻഷൻ നടപടിക്കും സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച. ADGP MR അജിത് കുമാർ. മഹാരാഷ്ട്രയിൽ ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ തകർന്ന സംഭവത്തിൽ മുംബൈയിൽ നിന്ന് പ്രതിപക്ഷ പ്രതിഷേധം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിലെ ഛത്രപതി ശിവാജി പ്രതിമയ്ക്ക് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുക. കോൺഗ്രസ്, NCP, ശരത് പവാർ, ശിവസേന, ഉദ്ധവ് വിഭാഗങ്ങൾ സംയുക്തമായി. പ്രതിമാ നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നതെന്നും ഛത്രപതി ശിവജിയെ അപമാനിച്ചെന്നും ആരോപിച്ചാണ് മാർച്ച്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നതിൽ തീരുമാനമാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ കായലിൽ ചാടി പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അറബിക്കടലിൽ രൂപപ്പെട്ട അസ്ന ചുഴലിക്കാറ്റ് നാളെയോടെ ദുർബലമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും നേതാക്കൾ. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് യെച്ചൂരി ചികിത്സയിൽ കഴിയുന്നത്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. അടുത്ത മാസം 5, 6, 7 തീയതികളിലായി നടക്കുന്ന CBSE ഇന്റർ സ്കൂൾ ബാഡ്മിന്റൺ ടൂർണമെന്റിന് പഴുവിൽ ശ്രീഗോകുലം സ്കൂൾ വേദിയാകും. തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റ് CBSE തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ M. ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ പ്രിൻസിപ്പൽ അഭിലാഷ് KR അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശ്രീജ ബോസ് എന്നിവരും പങ്കെടുക്കും. LICയുടെ ഡിവിഡന്റിലുള്ള ഗവൺമെന്റ് വിഹിതമായ 3662.17 കോടിയുടെ ചെക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് LIC CEO ആൻഡ് MD സിദ്ധാർത്ഥ് മഹന്തി കൈമാറി. കേന്ദ്ര ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി AP തങ്കിരാളയോടൊപ്പം LIC ഡയറക്ടർമാരായ M. ജഗന്നാഥ്, തബലേഷ് പാണ്ഡെ, സത്പാൽ ബാനു, ദൊരൈസ്വാമി എന്നിവർ പങ്കെടുത്തു. കുതിരപ്പന്തി ഉദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും വിദ്യാഭ്യാസ മേഖലയിൽ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയവരെയും ആദരിച്ചു. 24 ന്യൂസ് ക്യാമറാമാൻ MT അധീഷ്, ജോസി ആലപ്പുഴ, അനുപമ S, ആര്യചന്ദ്രൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. അവാർഡ് ദാന സമ്മേളനം കിഫ്ബി ഡെപ്യൂട്ടി CEOയും മുൻ ജില്ലാ കളക്ടറുമായ മിനി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഉദയ പ്രസിഡന്റ് D. ഷിബു അധ്യക്ഷനായി. കോഴിക്കോട് പുതിയങ്ങാടിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തളയാടത്ത് അശോകന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. നവീകരിച്ച എറണാകുളം ചങ്ങമ്പുഴ പാർക്കിന്റെ ഉദ്ഘാടനം ഈ മാസം 12-ന് വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഒരാഴ്ച നീളുന്ന സാംസ്കാരികോത്സവവും സംഘടിപ്പിക്കും.
കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വ്യാജമായി പേര് ചേർക്കുന്നവർക്കെതിരെയും വ്യാജ കാർഡുണ്ടാക്കി വിതരണം നടത്തുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പദ്ധതിയിൽ ഗുണഭോക്താക്കളെ പുതുതായി ഉൾപ്പെടുത്താനോ കാർഡ് പ്രിന്റ് ചെയ്ത് നൽകാനോ പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് ചുമതല. മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മന്ത്രി. ആലപ്പുഴ കുറ്റിക്കൽപ്പടിക്ക് സമീപം ഉത്രപ്പള്ളി ആറ്റിൽ മാലിന്യം തള്ളുന്നത് തുടർക്കഥ. പ്രദേശവാസികൾ ദുരിതത്തിൽ. മാലിന്യം നീക്കം ചെയ്യുന്നതിനായി അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരായ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് സർവകലാശാല സെൻട്രൽ കോഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ ബാക്ക് ടു കോളേജ് പദ്ധതി. ദുരന്തത്തിൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട കാലിക്കറ്റ് സർവകലാശാല ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പുനലൂർ വാളേക്കോട് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. നിർമ്മാണത്തിനായി ഒരാഴ്ച അടച്ചിട്ട കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് റോഡ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാതെ വീണ്ടും തുറന്നു. 200 മീറ്ററോളം നീളത്തിൽ ടൈൽ പാകിയത് മാത്രമാണ് 10 ദിവസം നടന്ന റോഡ് നിർമ്മാണം. പ്രതിഷേധത്തിനൊരുങ്ങി പ്രദേശവാസികൾ. കാട് കയറി നശിച്ച് പത്തനംതിട്ട ജണ്ടായിക്കൽ വാതക ശ്മശാനം. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയതോടെ യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിൽ. സെപ്റ്റിക് ടാങ്കിന് ലീക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് 3 ആഴ്ചയ്ക്ക് മുൻപ്. കമ്പളക്കാട് KSEB ഓഫീസിന് കീഴിലുള്ള ഉപഭോക്താവിന് അമിത ബില്ല് ഈടാക്കിയ സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കണിയാമ്പറ്റ മണ്ഡലം കമ്മിറ്റി. കമ്പളക്കാട് KSEB ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മൊയിൻ കടവൻ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുഹൈൽ KP, പ്രസിഡന്റ് ആഷിഖ് മൻസൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി മുത്തലിബ് പഞ്ചാര എന്നിവർ പങ്കെടുത്തു. മൂന്നാറിലെ ഏക ആശുപത്രിയായ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലേക്കുള്ള റോഡ് തകർന്നിട്ട് 10 വർഷം. വിനോദസഞ്ചാരികളടക്കം നിരവധി രോഗികളാണ് ദിവസവും ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യം. തൃശൂർ എരുമപ്പെട്ടി വെള്ളറക്കാട് സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. വേലൂർ കാവുങ്കൽ വീട്ടിൽ ജിഷ, വെള്ളറക്കാട് അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ സലാം, ഭാര്യ ഷംസിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണ അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്നും എത്തിയ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. കോൺഗ്രസ് തൃശൂർ അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരണീയം 2024 എന്ന പരിപാടി കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജൻസൺ ജെയിംസ് അധ്യക്ഷനായി. തൃശൂർ എറവ് അഭ്യുദയ കൂട്ടായ്മയുടെ 38ാം വാർഷികവും കുടുംബ സംഗമവും നടന്നു. C കുഞ്ഞികൃഷ്ണ മേനോൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. K അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി AIYF തൃശൂർ കാരമുക്ക് മേഖലാ കമ്മിറ്റി ബിരിയാണി ചാലഞ്ചിലൂടെ സംഘടിപ്പിച്ചത് 45,300 രൂപ. 10 വീട് വെച്ചു നൽകാൻ AIYF നടത്തുന്ന ധനസമാഹരണ ക്യാമ്പയിനിലേക്ക് തുക കൈമാറി. കൊച്ചിയിൽ ഡെങ്കിപ്പനി ബാധിച്ച യുവതി മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശിനി മേരി സാന്റിയോ ആണ് മരിച്ചത്. എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വേമ്പനാട്ടുകായൽ പോളയും പായലും കൊണ്ട് നിറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. പായൽ ഉത്ഭവ സ്ഥാനങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റ് ഹബിന്റെ തട്ടുകടയുടെ മാതൃക തയ്യാറായി. എർത്ത് ആർക്കിടെക്ട് എന്ന സ്ഥാപനമാണ് മാതൃക തയ്യാറാക്കിയത്. മാതൃക കോർപ്പറേഷൻ ഓഫീസ് വളപ്പിൽ പ്രദർശിപ്പിച്ചു. പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് വനം ഡിവിഷനിലെ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിക്ക് കീഴിൽ അക്കൗണ്ടന്റ് ഒഴിവ് ഈ മാസം 3-നകം അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വെറ്ററിനറി ഡോക്ടർമാരെ കരാർ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. അഭിമുഖം അടുത്ത മാസം 3-ന് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം വഴുതക്കാടുള്ള കേരള വനം വകുപ്പ് ആസ്ഥാനത്ത്.
സാംസ്കാരിക വകുപ്പ് സമം പദ്ധതി സ്ത്രീകൾക്കായി ഫോട്ടോഗ്രാഫി ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫോട്ടോഗ്രാഫിയിൽ താൽപര്യമുള്ള സ്ത്രീകളെ കണ്ടെത്തി പരിശീലനം നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. അടുത്ത മാസം 26, 27, 28 തീയതികളിലാണ് ക്യാമ്പ്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ജീവനി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ താൽക്കാലിക സൈക്കോളജി അപ്രന്റീസുമാരെ നിയമിക്കുന്നു. അഭിമുഖം അടുത്ത മാസം 2-ന് രാവിലെ 11-ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ. അരുവിക്കര സർക്കാർ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം. അഭിമുഖം അടുത്ത മാസം 5-ന്. കേരള ഗവൺമെന്റ് നഴ്സസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നഴ്സസ് ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ കുട്ടികൾക്കായുള്ള ക്യാഷ് അവാർഡിനും സ്കോളർഷിപ്പിനും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 30. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകിരണം പദ്ധതി ധനസഹായത്തിനായി ഓൺലൈനിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 15. മലപ്പുറം എടരിക്കോട്, കൂരിയാട്, കൽപ്പകഞ്ചേരി, ഒതുക്കുങ്ങൽ സബ്സ്റ്റേഷനുകളിൽ നിന്നുള്ള എല്ലാ 11 kV ഫീഡറുകളിലേക്കും ഇന്ന് വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. വൈദ്യുതി വിതരണം തടസ്സപ്പെടുക രാവിലെ 10 മുതൽ 1 വരെ. ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി കോട്ടയം ജില്ലാ കോർഡിനേറ്ററെയും CDS കോർഡിനേറ്ററെയും കുടുംബശ്രീ വഴി നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ വർക്കിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ അഡ്മിഷൻ അടുത്ത മാസം 2-ന് നടക്കും. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ. ദേശീയ വാർത്തകൾ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റി ഒക്ടോബർ 1-ൽ നിന്ന് ഒക്ടോബർ 5-ലേക്കാണ് മാറ്റിയത്. ഹരിയാന ജമ്മുകാശ്മീർ വോട്ടെണ്ണൽ ഒക്ടോബർ 8-ന് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് BJPയും INLDയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മൂഡ ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. രാജ്ഭവനിലേക്ക് കോൺഗ്രസിന്റെ ചലോ മാർച്ച്. ഗവർണറുടെ ഓഫീസ് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാക്കരുതെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ബംഗളൂരു നഗരത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ കവർച്ച പതിവാകുന്നു. ഇന്ദിരാനഗറിൽ റോഡരികിൽ പാർക്ക് ചെയ്ത കാറുകളിൽ ചില്ല് തകർത്ത് ലാപ്ടോപ്പുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചു. അന്വേഷണം ഊർജിതമാക്കി സിറ്റി പോലീസ്. വിജയവാഡയിൽ കനത്ത മഴ, മണ്ണിടിച്ചിലിൽ 4 മരണം. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. കർണാടകയിൽ തടവ് ശിക്ഷ ഭയന്ന് കോടതി മുറിയിൽ വെച്ച് വിഷം കഴിച്ച യുവാവ് ദാവനഗരെ സ്വദേശി ഫസലലിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗാർഹിക പീഡന കേസിലെ വിചാരണയ്ക്കിടെയാണ് നാടകീയ സംഭവം. ദക്ഷിണ റെയിൽവേക്ക് അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചു. ചെന്നൈ, എഗ്മോർ, നാഗർകോവിൽ, ബംഗളൂരു കന്റോൺമെന്റ്, മഥുര സർവീസുകളാണ് തുടങ്ങിയത്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് തമിഴ്നാട് സർക്കാർ മദ്രാസ് ഹൈക്കോടതിയിൽ. CBCID അന്വേഷണം പൂർത്തീകരിച്ചുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. തമിഴ്നാട്ടിൽ നിക്ഷേപം നടത്താൻ 6 അമേരിക്കൻ കമ്പനികളുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ധാരണാപത്രം ഒപ്പുവച്ചു. 900 കോടിയുടെ പദ്ധതികളാണ് നടപ്പാക്കുക. തമിഴ്നാട്ടിൽ BJPയുടെ പ്രവർത്തനങ്ങൾക്കായി കോർഡിനേഷൻ കമ്മിറ്റിയെ നിയോഗിച്ചു. മുതിർന്ന നേതാവ് H. രാജയുടെ നേതൃത്വത്തിലാണ് സമിതി. സംസ്ഥാന അധ്യക്ഷൻ 3 മാസത്തെ പഠനത്തിനായി വിദേശത്ത് പോയ സാഹചര്യത്തിലാണ് നടപടിയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ്. രാജ്യാന്തര വാർത്തകൾ. കാംചത്ക അഗ്നിപർവ്വതത്തിന് സമീപം 22 പേരുമായി പോയ റഷ്യൻ ഹെലികോപ്റ്റർ കാണാതായി. വിത്യാസ് എയ്റോ എയർലൈൻ്റെ Mi-8T ഹെലികോപ്റ്ററാണ് കാണാതായത്. ഹെലികോപ്റ്ററിനായി വ്യാപക തെരച്ചിൽ. ഗസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രയേൽ ആക്രമണം. 20 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരുക്ക്. ചൈനയിലെ ഉയുഗുർ വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ. യമനിലെ തെക്കൻ തുറമുഖ നഗരമായ ഏദനിൽ പെട്രോൾ പമ്പിൽ ശക്തമായ സ്ഫോടനം. നിരവധി പേർ മരിച്ചതായി വിവരം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച അധികൃതർ. ബുർക്കിനോ ഫാസോയിലുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച UN സുരക്ഷാ കൗൺസിൽ. ബർസലോഗോയിൽ ഭീകരാക്രമണം നടന്നത് ഈ മാസം 24-ന്. മഴക്കെടുതിയിൽ വലഞ്ഞ് സുഡാൻ. മരണം 138ആയി, 64 പേരെ കാണാതായി. 12,000 വീടുകൾ പൂർണ്ണമായി തകർന്നു. 3 ലക്ഷത്തോളം ആളുകളെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു.
പ്രതിരോധ സേനയിൽ നിന്ന് 200 സൈനികരെ പിരിച്ചുവിട്ട റുവാണ്ടൻ പ്രസിഡന്റ്. പിരിച്ചുവിട്ടവരിൽ 21 സീനിയർ ഓഫീസേഴ്സും. പിരിച്ചുവിടലിന്റെ കാരണം വ്യക്തമല്ല. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയിൽ സമാധാന സമ്മേളനം നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 10 പേർ കൊല്ലപ്പെട്ടു. 15 ISIS ഭീകരരെ വധിച്ച US സൈന്യം. ഇറാഖ് സൈന്യവുമായി ചേർന്ന് നടത്തിയ ആക്രമണത്തിലാണ് ഭീകരരെ വധിച്ചത്. ഓപ്പറേഷനിൽ 7 US സൈനികർക്ക് പരിക്കേറ്റതായി US സെൻട്രൽ കമാൻഡ്. പാകിസ്ഥാനിൽ മൂന്നാമത്തെ എംപോക്സ് കേസ് റിപ്പോർട്ട് ചെയ്തു. രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. ബിസിനസ് വാർത്തകൾ. 42 രാജ്യങ്ങളിലേക്ക് മാമ്പഴം കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങി പാകിസ്ഥാൻ. ഏറ്റവും കൂടുതൽ പാക് മാമ്പഴം ഇറക്കുമതി ചെയ്യുന്നത് ബ്രിട്ടനിൽ. മാമ്പഴ കയറ്റുമതിയിൽ നിന്ന് മാത്രം രാജ്യത്തിന് $46 മില്യൺ വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ മാസം ശ്രീലങ്കയിൽ പണപ്പെരുപ്പും 0.5% കുറഞ്ഞതായി റിപ്പോർട്ട്. അതേസമയം ഭക്ഷ്യേതര വിഭാഗത്തിലെ പണപ്പെരുപ്പും 2.8% നിന്ന് 0.4% കുറഞ്ഞു. സുഡാനിലെ മാനുഷിക പ്രവർത്തനങ്ങളെ സഹായിക്കാൻ യൂണിസെഫുമായി കരാർ ഒപ്പിട്ട UAE. യൂണിസെഫിന്റെ സുഡാനിലെ പ്രവർത്തനങ്ങൾക്ക് $6 മില്യൺ വേണ്ടിവരുമെന്ന് വിലയിരുത്തൽ. ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി അമേരിക്കൻ കമ്പനിയായ ഗോൾഡ്മാൻ സാക്സ്. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായാണ് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത്. ChatGPT നിർമ്മാതാക്കളായ OpenAI രാഷ്ട്രീയ വിദഗ്ധനായ ക്രിസ് ലഹാനെ ആഗോള നയത്തിന്റെ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. OpenAIയിലെ എക്സിക്യൂട്ടീവ് ടീം അംഗമായ ലഹാനെ എയർബിഎൻബിയുടെ മുൻ പോളിസി ചീഫാണ്. ഇന്ത്യയിൽ അവതരിപ്പിച്ച റിയൽമി 13 Pro 5G മോണറ്റ് പർപ്പിൾ കളർ വേരിയന്റിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 34,999 രൂപ മുതലാണ് വിപണി വില. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങിയ ഐറ്റൽ ഫ്ലിപ്പ് 1 ഫീച്ചർ 3 നിറങ്ങളിലായാണ് ഫോൺ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഫോണിന്റെ പ്രധാന ഫീച്ചർ ഇന്ത്യയിലെ 13 ഭാഷകൾ ലഭിക്കുമെന്നതാണ്. കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ പോരാട്ടം. മത്സരം രാത്രി 10-ന് ഓൾഡ് ട്രാഫോർഡിൽ. ചെൽസി ടോട്ടനം ടീമുകളും ഇന്ന് കളത്തിൽ. സ്പാനിഷ് ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ റയൽ മാഡ്രിഡ്. റയൽ ബെറ്റിസിനെതിരായ മത്സരം രാത്രി 1 മണിക്ക്. കിലിയൻ എംബാപ്പയുടെ കന്നി ലാലിഗ ഗോൾ കാത്ത ആരാധകർ. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനയും കലൈ കിങ്സണും ചേർന്നൊരുക്കുന്ന മാർക്കോയുടെ ചിത്രീകരണം പൂർത്തിയായി. മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ചിത്രമെന്ന പ്രത്യേകതയോടെയാകും ചിത്രം എത്തുക. പ്രഭാസ് നായകനായി എത്തുന്ന ചിത്രം ദ രാജ സാബ് അടുത്ത വർഷം ഏപ്രിൽ 10-ന് തിയേറ്ററുകളിലെത്തും. പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ TG വിശ്വപ്രസാദാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫാക്ട് ചെക്ക്. ഫിലിപ്പൈൻസിൽ ചുഴലിക്കാറ്റ് ശക്തമായി ആഞ്ഞടിച്ചപ്പോൾ ഫിലിപ്പൈൻ വൈസ് പ്രസിഡന്റ് സാറ ഡ്യൂട്ടേർട്ട വിദേശയാത്ര നടത്തിയെന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥത്തിൽ വൈസ് പ്രസിഡന്റിന്റെ പഴയകാല ചിത്രം ഉപയോഗിച്ചാണ് തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ഗസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ. 61 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. അമേരിക്കയിലെ മിസിസിപ്പിയിൽ ബസ് മറിഞ്ഞ അപകടം, 7 മരണം, 37 പേർക്ക് പരിക്ക്. ചൈനീസ് നാവികസേനയുടെ സർവേ കപ്പൽ ജാപ്പനീസ് കടലിൽ പ്രവേശിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ടോക്കിയോ. പ്രദേശത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ചൈനീസ് സൈന്യം നടത്തുന്ന 2ാമത്തെ നുഴഞ്ഞുകയറ്റമാണിത്. ആഴ്ചയിൽ 4 ദിവസം മാത്രം പ്രവൃത്തി ദിനമാക്കാൻ ഒരുങ്ങി ജപ്പാൻ. അമിത ജോലിഭാരം കാരണം രാജ്യത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. നാഗാലാൻഡിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. പാകിസ്ഥാനിൽ പെട്രോളിയം വിലയിൽ ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ. പെട്രോളിന് ലിറ്ററിന് 259 രൂപ 10 പാകിസ്ഥാൻ രൂപ കുറയും. 100 ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.